ആൾക്കാരെ ഞാൻ വിളിച്ചു. അവരാരും വില്ലിങ് ആയില്ല. അവര് എൻ്റെ അടുത്ത് പറഞ്ഞ വർത്തമാനങ്ങൾ വേറെയായിരുന്നു. അന്ന് ആരും മിണ്ടാതിരുന്നപ്പോഴും ഞാനാണ് ഇറങ്ങിയത്, സംസാരിച്ചത്. അതെ, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമാണ്, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് പറയുക എൻ്റെ നേരെ വരുന്നെങ്കിൽ. ഞാൻ 30 വർഷമായി സിനിമയിൽ വന്നിട്ട്, ഞാൻ 30 വർഷമായി അമ്മയിലെ അംഗമാണ്. ആ അമ്മ അങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അമ്മ സംഘടന. ലേഡീസ് വന്ന് ഇങ്ങനെ ഓരോ പരാതി പറയുമ്പോഴും ഞാൻ പറയാന്ന് വെച്ചാൽ അത് അന്ന് പറയണ്ടേ, കുറെ കാലം കഴിഞ്ഞിട്ടല്ലല്ലോ ഇതൊക്കെ പറയണേ. പരാതിപ്പെട്ടു, പക്ഷെ മുന്നോട്ട് നയിക്കാൻ അവരില്ല. അപ്പോൾ എന്തിനാ അവരിങ്ങനെയൊക്കെ സൃഷ്ടിച്ചത്? എന്തിനായിരുന്നു നമ്മുടെ ആൾക്കാരെ മോശക്കാരാക്കാൻ വേണ്ടിയോ, അല്ല നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ മോശം, അവർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ? രണ്ടുപേരും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് അവസാനം എവിടെയോ പിണങ്ങി മാറുമ്പോൾ പുരുഷൻ തെറ്റുകാരനായി. സ്ത്രീ അപ്പോൾ അവിടെ നിയമം സ്ത്രീക്ക് നേരെ നിൽക്കുന്നതുകൊണ്ട് സ്ത്രീയുടെ കൂടെയാണ് നിയമം നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് തന്ന ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും എൻ്റെ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലി അത്ര സപ്പോർട്ടാണ് എനിക്ക് എന്നെ സംബന്ധിച്ച്. മമ്മി ആരുടെ മുന്നിലും മമ്മി തലകുനിക്കാൻ പാടില്ല. മമ്മിയുടെ പ്രവർത്തികളിൽ ശരിയെന്ന് തോന്നുന്ന കാര്യം മമ്മി ചെയ്യാം. രമ്യ ഒരു നല്ലത് ചെയ്താൽ അതിൻ്റെ അത്രയും പുണ്യം കിട്ടുന്ന ആർക്കാ? എൻ്റെ മകൾക്കാ. Introducing Dazzler Eterna Blackfinity Kajal and Dazzler Eterna Kohl Definer. Embrace a cruelty-free beauty routine with the vegan Dazzler Eterna. Nourish your inner beauty. നമസ്കാരം. അസാസ് LED ലൈറ്റ്സ് ഓണപ്പൂരം 2025 മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഓണപ്പൂരം 2025 എങ്ങനെ ഞങ്ങൾ പൊന്നമ്മ ചേച്ചി ഇല്ലാണ്ട് ഞങ്ങൾ മൈൽസ്റ്റോൺകാർ ഓണം ആഘോഷിക്കുക? ഒന്നെങ്കിൽ ചേച്ചിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഓടിച്ചെന്ന് കയറും, ചേച്ചി പൈസ ഉണ്ടേന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലും, അല്ലെ ചേച്ചിയെ ഞങ്ങളുടെ അടുത്തേക്ക് വിളിക്കും. എങ്ങനെയാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ള ആൾ തന്നെയാണ്. യെസ് പൊന്നമ്മ ചേച്ചി, ഹാപ്പി ഓണം. സെയിം ടു, താങ്ക് യു. എന്തായി ഈ പ്രാവശ്യത്തെ ഓണം? ഞങ്ങൾ വരട്ടെ വീട്ടിലേക്ക്? സ്വാഗതം. ആ, അപ്പൊ എന്തായി വീട്ടിൽ ഇപ്പൊ ഒരു ഓണമില്ല. ഇപ്പൊ എനിക്കും അങ്ങനെ ഇപ്പൊ ഓണം ഇല്ലാണ്ടേ. ഓണം മാത്രമല്ല ഒരാഘോഷവും ഇല്ല. അതെ, എനി ടൈം ഞങ്ങളുടെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ഞങ്ങള് ചേച്ചി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഇടിച്ചു കയറാൻ പറ്റുന്ന ഞങ്ങളുടെ സ്വന്തം വീടാണത്. ഞങ്ങൾ ക്രിസ്മസിന് പോയി സമ്മാനം കൊടുക്കും, ഓണത്തിന് പോയി സമ്മാനം കൊടുക്കും, വിഷുവിനും പോയി സമ്മാനം കൊടുക്കും. തീർച്ചയായും ഈ വർഷം ഞങ്ങൾ വരും കേട്ടോ, തകർക്കാതെ വരും. സ്വാഗതം. ആ, എന്തൊക്കെയാ വീട്ടിലെ ഓണവിശേഷങ്ങൾ? എന്തൊക്കെയാ? ഓണവിശേഷം ഞാനും പപ്പയല്ലേ ഉള്ളൂ, പിള്ളേരാരും ഇല്ലല്ലോ. മക്കളൊക്കെ ജനുവരി എല്ലാരും വരുന്നുണ്ട്. ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ക്രിസ്മസിന് വന്നപ്പോ ചേച്ചി പറഞ്ഞു, അന്നേരം അവര് വന്നു പോയി ക്രിസ്മസിന് വീട്ടിൽ വന്നു. അതെ അതെ അതെ, എല്ലാരും ഒരേ സമയത്ത് ഒരുമിച്ച് വരാറ് കുറവാ. പലപ്പോഴും പല സമയങ്ങളിലാണ് വരുന്നത്. ഈ പ്രാവശ്യം മിക്കവാറും ജനുവരി എല്ലാരും കൂടി വരുന്നുണ്ട്, ഒരുമിച്ച് വരുന്ന അവര് സന്തോഷം എല്ലാവരോടും ഒരുമിച്ച് ഇങ്ങനെ കാണാമല്ലോ. അതാണല്ലോ നമ്മുടെ ഒരു എന്താ സന്തോഷം, ഒരു അഹങ്കാരം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ മൊത്തം ഒക്കെ വരുമ്പോ മക്കൾ എല്ലാരും കൂടെ ഒരുമിച്ച് വരുമ്പോ അന്നേരം നിങ്ങൾ ഓണവും വിഷുവും ക്രിസ്മസും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ആഘോഷിക്കും. അപ്പൊ മറ്റേ ആർക്കും അതൊന്നും ഇല്ലേ? ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇതല്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഫാമിലീസ് ഒത്തിരി പേര് വേറെയും ഉണ്ട്. അപ്പോഴൊക്കെ അപ്പോഴും നമുക്കില്ല, അവർക്കുണ്ട് എല്ലാം. ദൈവം സഹായിച്ചു ഹെൽത്തി ആയിട്ടുള്ള 3 മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച്, നന്നായിട്ട് അനുസരണയുള്ള നല്ല മക്കളായിട്ട് എളിമപ്പെട്ട്, നമ്മുടെ സമൂഹത്തിലൊന്നും അവർക്ക് യാതൊരു എന്താ പറയാ നമ്മള് പറയിപ്പിക്കാതെ, എന്റെ കുഞ്ഞുങ്ങളെ ആരുടെ മുന്നിൽ നമ്മൾ ആരെയും ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം കഷ്ടപ്പാടിലൂടെ സ്വന്തം നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ എനിക്ക് 3, അത് അഭിമാനപൂർവ്വം നമുക്ക് പറയാവുന്ന കാര്യം. എനിക്ക് 2 മോളും 1 മോനും. അവള് പിങ്കി 2 പടത്തിൽ നായികയായിട്ട് അഭിനയിച്ചായിരുന്നു. 2 പടത്തിൽ അഭിനയിച്ചു. അവള് നല്ല ബന്ധം വന്നപ്പോഴും നല്ല ഓഫറുകൾ വരുന്നു. അപ്പോഴും നമ്മൾ നല്ല പ്രാധാന്യം കൊടുത്തത്. നമ്മളെപ്പോഴും മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത് അവർ നല്ല രീതിയിൽ പഠിച്ച് സെറ്റിൽഡ് ആവണം. അവർ ആരുടെ മുന്നിലും പോയിട്ട് നാളെ ഒരിക്കലും അവർക്കൊന്നും ഒരു സഹായം അപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് നാളെ എന്നെ ബുദ്ധിമുട്ടിക്കുക, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് പറയാം. എത്ര അമ്മമാരിപ്പം മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്, മക്കളൊന്നും ആവാത്ത അമ്മമാരുണ്ട്. മക്കളെ ഒരു സമൂഹത്തിൽ നിന്ന് എന്താ പറയണ മക്കളെ കൊണ്ട് വേദനിക്കുന്ന അമ്മമാരുണ്ട് അല്ലേ? എന്നെ സംബന്ധിച്ച് എനിക്ക് തന്ന ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും എൻ്റെ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലി അത്ര സപ്പോർട്ടാണ് എനിക്ക് എന്നെ സംബന്ധിച്ച്. എൻ്റെ പിള്ളേരോട് ഞാൻ പറയും, മക്കളെ നിങ്ങൾ ആരുടെ മുന്നിലും തലകുനിക്കാൻ പാടില്ല. ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. നമ്മൾ എളിമപ്പെടണം. നമ്മൾ വളരും തോറും നമ്മൾ എളിമപ്പെടണം. അത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പം എന്നോട് എന്നെ തിരിച്ചു പറയാൻ തുടങ്ങി, മമ്മി ആരുടെ മുന്നിലും മമ്മി തലകുനിക്കാൻ പാടില്ല. മമ്മിയുടെ പ്രവൃത്തികളിൽ ശരിയെന്ന് തോന്നുന്ന കാര്യം മമ്മി ചെയ്യുക എന്നാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന ഒരു മെസ്സേജാണ്. അവർക്ക് ഞാൻ കൊടുത്തത് അവർ തിരിച്ച് എനിക്ക് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ എന്ത് കാര്യവും പിള്ളേരോട് ഡിസ്കസ് ചെയ്യും.
എന്ത് കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യും. എന്നെ അവരങ്ങനെ അല്ലെങ്കിൽ ഇവർ അത് ഇത് വന്നല്ലോ മക്കളെ, അല്ലെ അങ്ങനെ വന്നല്ലോ മക്കളെ, ഇങ്ങനെയാണല്ലോ. ഇപ്പം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അവർ പറയും മമ്മിയുടെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ട്, മമ്മി തിരുത്തണം, അത് കറക്റ്റ് അല്ല. അല്ലെങ്കിൽ പറയും ചില കാര്യങ്ങളിൽ പറഞ്ഞു തരും. പിന്നെ ചില കാര്യങ്ങളിൽ അവർ പറയും അത് കറക്റ്റ് അല്ല മമ്മി, മമ്മിയുടെ കറക്റ്റാണ്, മമ്മിയുടെ വേയാണ് കറക്റ്റ്, മമ്മി അതിൽ ഉറച്ച് നിൽക്കുക, മമ്മി അതിൽ നിന്നെല്ലാം പറയും. പിന്നെ എന്തെങ്കിലും പറയാം, അവരുടെ പോകാൻ പറ മമ്മി, മമ്മിക്ക് ഞങ്ങളല്ലേ ഉള്ളത്, പിന്നെ മമ്മി എന്തിനാ വിഷമിക്കുന്നേ എന്ന് പറയും. എല്ലാ മക്കളെ അവരങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പറയാം, അവരോടൊക്കെ പോയി പണി വെക്കാൻ പറ മമ്മി, മമ്മിക്ക് ഞങ്ങളല്ലേ ഉള്ളത്, പിന്നെ മമ്മി ആരും എന്തിനാ പേടിക്കുന്നേ, മമ്മിക്ക് ഞങ്ങളുണ്ടല്ലോ പിന്നെന്താ എന്നാ മക്കൾ പറയും. അപ്പോൾ അത്രയും നമുക്ക് ബാക്ക് സപ്പോർട്ടുള്ള ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. അതിൻ്റെ ചെറിയ അഹങ്കാരം എനിക്കുണ്ട് കേട്ടോ. പക്ഷെ ചേച്ചി, നമ്മുടെ നിലപാട് എപ്പോഴും നമുക്ക് ശരിയെന്ന് തോന്നുന്നതിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും. അപ്പം നമ്മുടെ നിലപാട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും അത് മറ്റുള്ളവർക്ക് നമ്മുടെ ശരി മറ്റുള്ളവർക്കും ശരിയാവണമെന്നില്ല. അപ്പോൾ ഒരു പക്ഷേ തിരിച്ച് അവിടെ ഒരു വാക്കുതർക്കമായിക്കോട്ടെ, ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒക്കെ, അങ്ങനെ സിറ്റുവേഷൻസ് കുറച്ചും കൂടെ ഒക്കെ ഡിഫിക്കൽട്ടായിട്ട് പോയ സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടാവില്ലേ? എന്നെ അറിയാവുന്ന ആൾക്കാർ ഫിലിം ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്നെ അടുത്തറിയും, എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, കുറേ പേർക്ക് ഇഷ്ടമല്ല. എല്ലാവരോടും നമ്മളെ ഇഷ്ടമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടാൻ നമുക്ക് ഒന്നുമില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ, കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് നമ്മൾ എന്ത് നേടിയാലും നമ്മൾ എന്തുണ്ടാക്കിയാലും ഇതെല്ലാം നമുക്ക് തിരിഞ്ഞു വരും. പിന്നെ ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആരാന്നറിയാവോ? മക്കളാ. രമ്യ ഒരു നല്ലത് ചെയ്താൽ അതിൻ്റെ അത്രയും പുണ്യം കിട്ടുന്ന ആർക്കാ? എൻ്റെ മകൾക്കാ. വലിയൊരു ഇഷ്യൂ നമുക്ക് മലയാള സിനിമ വന്നപ്പോഴും ഞാൻ അന്ന് ആരും മിണ്ടാതിരുന്നപ്പോഴും ഞാനാണ് ഇറങ്ങിയത്, സംസാരിച്ചത്. അതെ, ഞാൻ ഇറങ്ങി സംസാരിച്ചു. കാരണം ഒരുപാട് പേരെ വിളിച്ചു, അവരാരും വന്നില്ല. അന്ന് പലർക്കും വേണ്ടി അവിടെ ശബ്ദമുയർത്തിയത് ഞാൻ എല്ലാവർക്കും. അത് ഞാൻ എൻ്റെ അമ്മ സംഘടന ഞാൻ പ്രൊട്ടക്ട് ചെയ്താൽ സംസാരിച്ചേ. എൻ്റെ സംഘടന എനിക്ക് വലിയൊരു കാര്യമാണ്. ഞാൻ 30 വർഷമായി സിനിമയിൽ വന്നിട്ട്, ഞാൻ 30 വർഷമായി അമ്മയിലെ അംഗമാണ്. ആ അമ്മ അങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അമ്മ സംഘടന. എൻ്റെ സംഘടനയുടെ ഇതിൽ വരുമ്പം അതിനകത്ത് ഇരുന്നിരുന്ന മഹാരഥന്മാർ ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേര് ഇരുന്ന കുറേ ആൾക്കാർ മരിച്ചുപോയി. അവരൊക്കെ ഇരുന്നപ്പോൾ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതുപോലെ കൊണ്ടുപോയ ഞങ്ങളുടെ ഒരു സംഘടനയാണ് ഞങ്ങളുടെ അമ്മ സംഘടന. ആ സംഘടന നേരെ വരുന്നപ്പോഴും അപ്പോഴും ഞാൻ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറയണേ. ലേഡീസ് വന്ന് ഇങ്ങനെ ഓരോ പരാതി പറയുമ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ അത് അന്ന് പറയണ്ടേ, കുറേ കാലം കഴിഞ്ഞിട്ടല്ലല്ലോ ഇതൊക്കെ പറയണേ. അന്ന് മറുപടി കൊടുക്കണം. അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കേണ്ടത്. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും പെണ്ണുങ്ങൾക്ക് ഇപ്പം നിയമം പെണ്ണുങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പെണ്ണുങ്ങൾ എന്നാൽ നിയമം ഞങ്ങളുടെ കൂടെയാണ്, ഓരോരുത്തരുടെ ദേഷ്യവും വൈരാഗ്യം ഉണ്ടെന്നാൽ തീർത്ത് തരാം, എന്നാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഈ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു. കാരണം അവർ ആ ബലം വെച്ചിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച്. കാരണം ഞാൻ ചോദിക്കട്ടെ, രണ്ടുപേരും നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ലേ, രണ്ടുപേരും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് അവസാനം എവിടെയോ പിണങ്ങി മാറുമ്പം പുരുഷൻ തെറ്റുകാരനായി. സ്ത്രീ അപ്പോൾ അവിടെ നിയമം സ്ത്രീക്ക് നേരെ നിൽക്കുന്നതുകൊണ്ട് സ്ത്രീയുടെ കൂടെയാണ് നിയമം നിൽക്കുന്നത്. ഈ പുരുഷൻ ആരായി? അത് കുറച്ച് ഈ അടുത്ത കാലത്ത് ഞാൻ കാണുന്ന ഒരു പ്രവണതയാണ് ഞാൻ നോക്കുന്നത്. കാരണം സ്നേഹിച്ചിരിക്കുമ്പം അവർ സുഹൃത്തുക്കളെ പിണങ്ങി കഴിയുമ്പോൾ ഉടനെ മാറി ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരുടെ ഭാവി പിന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അതിനോട് എനിക്ക് എന്തോ ഈ അടുത്ത കാലത്ത് കണ്ടതിലൊക്കെ എനിക്കൊരു വിഷമം എനിക്ക് ഫീൽ ചെയ്ത് അവിടെയാണ്. പക്ഷെ അതിൽ കുറച്ച് പേര് പറയുന്നുണ്ടല്ലോ ചേച്ചി, അന്നേരം ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പേടിയാണ്, അല്ലെങ്കിൽ ചിലവരുടെ മാനസികാവസ്ഥ എല്ലാവർക്കും അന്നേരം തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലർ കുറേ നാളുകൾക്ക് ശേഷം എവിടുന്നൊക്കെയോ ഒരു ധൈര്യം സംരംഭിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒന്ന് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടാവുക. സോ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അതും സത്യമാവാം, ചിലപ്പം ചില കാര്യങ്ങൾ ചേച്ചി പറഞ്ഞ പോലെ ആവാം. ഒരാളെ ചിലപ്പോൾ സത്യം, നമുക്കതാണ് പറയുന്നത്, സത്യം ഉണ്ടോ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രമ്യ എന്നറിയാവോ, ഇതിനകത്ത് കൂടുതലും റോങ് ആ വരുന്നേ. ഇതെല്ലാം ഏത് ശരി ഏത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മളെപ്പോഴും സ്ത്രീകൾക്ക് എതിരായിട്ടല്ല ഞാൻ സംസാരിക്കണേ. ഒരു സ്ത്രീ വിഷമിക്കുമ്പോൾ ആ സ്ത്രീയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരാളാ. പക്ഷെ ഈ അടുത്ത കാലത്ത് കണ്ടൊരു പ്രവണതയെ ഞാൻ പറയുന്നത്, അതിനകത്ത് ഒരു പുരുഷനെ മാത്രം അല്ലെങ്കിൽ കയറി പിടിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് അത് ഒരു പെണ്ണിനെ സംബന്ധിച്ചും അത് ഭയങ്കര നമ്മൾ ആണോ ചെയ്ത് ഭയങ്കര തെറ്റ് തന്നെയാണ്.
അങ്ങനെ ചെയ്തെങ്കിൽ, കാരണം പെണ്ണ് നിശ്ചയാവസ്ഥയാണ് ആ സമയത്തൊക്കെ അങ്ങനെ ചെയ്തെങ്കിൽ. പക്ഷെ അതല്ലാത്ത കാര്യം ഞാൻ പറയുന്നു, അല്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ അത് ഇഷ്ടപ്പെട്ടിട്ട് രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ഓരോന്നൊക്കെ സംഭവിച്ചിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ ആയി ലാസ്റ്റ് അത് പുരുഷന്റെ തലയിലോട്ട് കൊണ്ടുവന്ന് വെച്ച് കെട്ടി പുരുഷനെ ലോകത്തിന് മുന്നിൽ വേറെ മോശക്കാരനായി ഇങ്ങനെ ചിത്രീകരിക്കുന്ന കാണുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്കും എനിക്കൊരു ഹസ്ബൻഡുണ്ട്, എനിക്കൊരു മകനുണ്ട്. അപ്പൊ ഞാൻ അവരുടെ ഭാഗത്തു നിന്ന് കൂടെ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഓർക്കും ദൈവമേ, ഈ നിയമങ്ങൾ വന്നപ്പോഴത്തേക്കും അത് ഇടയ്ക്ക് ഈ ലേഡീസ് ചൂഷണം ചെയ്യുന്നുണ്ടോ ഈ ഇവർക്കെതിരെ? ഇതിനകത്ത് കുറെ പേർക്ക് ചതിക്കപ്പെട്ടവരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് പിന്നെ കേസായി ഇതായി. ഇപ്പൊ തന്നെ മറ്റേ ഒരു പ്രശ്നം വന്നു, ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു. ആരും കേസിന് പോകുന്നില്ല. കേസിന് പോകണ്ടേ? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ എന്തിനാ കൊണ്ടുവന്ന അവരത്? എനിക്കത് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ കുറെ പേര് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ വന്നു, അതിനകത്ത് ഭയങ്കര നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ അത് ആകെ മൊത്തം പിടിച്ചൊലച്ച ഒരു കാര്യമാണ്. പക്ഷെ ഉണ്ടെങ്കിൽ ഇതുവരെ ആരും അവിടം വരെ നിന്നുള്ളൂ. ബാക്കി ആരും പരാതിപ്പെട്ടു, പക്ഷെ മുന്നോട്ട് നയിക്കാൻ അവരില്ല. അപ്പോൾ എന്തിനാ അവരിങ്ങനെയൊക്കെ സൃഷ്ടിച്ചത്? എന്തിനായിരുന്നു? നമ്മുടെ ആൾക്കാരെ മോശക്കാരാക്കാൻ വേണ്ടിയാണ്. അല്ല നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ മോശം, അവർക്ക് ഒരു പേര് ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ? ഒരു കാര്യത്തിൽ നീങ്ങിയാൽ അതിന് നീങ്ങണം. അതൊക്കെ അവിടെ നിന്ന് അതിനെ ഞാൻ ചോദിക്കുന്നത്. എന്നാൽ പിന്നെ അത് പറയാൻ പാടില്ല, മനസ്സിലായില്ല? അപ്പോൾ അതല്ല, അവരെ സംബന്ധിച്ച് കേസൊന്നും അല്ല മുഖ്യം. ഇങ്ങനെ അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ അത് അവരും വിചാരിക്കണം അവർക്കൊരു ഫാമിലി ഉണ്ട്, അവർക്ക് ഹസ്ബൻഡ് അവർക്ക് വൈഫുണ്ട്, അവർക്കൊരു ഉണ്ടെങ്കിൽ മോളുണ്ടാവും, അല്ലെ മോൻ്റെ ഭാര്യ കല്യാണം കഴിച്ച മോളുണ്ടാവും. ഇതൊക്കെ ചിന്തിക്കണം. വിത്തിൻ സെക്കൻഡ് ഒരു പ്രശ്നം നടന്നാൽ അവിടെ തീർക്കണമെന്നേ. അതല്ലാതെ നമ്മൾ ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയണേ. അപ്പം തന്നെ പ്രതികരിക്കണം, അവിടെ അതിന് മറുപടി കൊടുത്തിരിക്കണം. ചേച്ചി, അപ്പം ഇത്തരത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് അത് എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കാൻ ചിലർക്ക് പറ്റിയെന്ന് വരില്ല, അതിനൊരു ധൈര്യം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ടാണോ ഈ അമ്മ സംഘടനയ്ക്കുള്ളിൽ തന്നെ അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ പിന്നീട് ഉണ്ടാവുകയും അതിന്റെ അപ്പം ആവശ്യം എന്താ ചേച്ചി? അങ്ങനെ ഒരു കൂട്ടായ്മ എന്തിനു വേണ്ടിയിട്ട് അപ്പം ഉണ്ടായതാണ്? എന്നാന്നറിയാവോ? അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കേമ കമ്മീഷൻ ഒരു സംഭവം വന്നല്ലോ. അതെ. ആ സമയത്ത് നമുക്ക് അന്ന് സിനിമാ നടികൾ വളരെ മോശകരമായിട്ടാണ് നടിമാരെ പറ്റി പല എല്ലാ മീഡിയയും എല്ലാ സോഷ്യൽ മീഡിയ എല്ലാം വളരെ മോശകരമായിട്ട് ചിത്രീകരിക്കുക. ആ സമയത്ത് ഞാൻ കുറച്ച് ആൾക്കാരെ വിളിച്ചു. അവരാരും വില്ലിങ് ആയില്ല. അവർ എൻ്റെ അടുത്ത് പറഞ്ഞ വർത്തമാനങ്ങൾ വേറെയായിരുന്നു. അത് ഞാൻ വീണ്ടും വാക്കുകൾ പറയാൻ ഉദ്ദേശിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ എൻ്റെ സഹപ്രവർത്തകരെന്ന രീതിയിൽ ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ പറഞ്ഞത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, അയ്യോ എന്താ ഇവരൊന്നും വന്ന് വരാത്തത്? 2 പേരുണ്ട്. 2 പേര് വന്ന് ഒരുമിച്ച് ഒരു പ്രസ് മീറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒത്തു കിട്ടിയില്ല. അന്നേരം എല്ലാവരും വിളിച്ച സമയത്ത് ഒന്ന് ചേർന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മളെപ്പറ്റി നിങ്ങൾ അങ്ങനെ പറയരുത്, ഇങ്ങനൊന്നും അല്ല, നടിമാരെല്ലാം ഒന്നും അങ്ങനത്തെ ഉള്ള ആൾക്കാരുകളല്ല. അവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് അവരുടെ ടാലൻറ്റ് ഇത്ര വർഷക്കാലം കൊണ്ട് തെളിയിച്ച് മുന്നിൽ വന്ന ആൾക്കാരുകളാണ് എന്ന് പറയാനായിരുന്നു അന്ന് ഞാൻ ഇഷ്ടപ്പെട്ടത്. അന്ന് ആരും വന്നില്ല. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായി. ആ സമയത്ത് ഞാൻ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ 30 വർഷം ഞാൻ ജനറൽ ബോഡി മീറ്റിങ്ങിന് 2ാമത്തെ തവണ ഞാൻ ആ മൈക്കിൽ, നേരത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ശക്തമായിട്ട് ഒരു പ്രസംഗം നടത്തിയത്. അന്ന് അവിടെയാണ്. അപ്പം അന്ന് ഞാൻ പറഞ്ഞു, സ്ത്രീകൾ ഒരുമയില്ല, സ്ത്രീകൾക്കൊരു ഒരുമയില്ലായ്മയുണ്ട്. ചില ആൾക്കാർ ചെതറിച്ച് കളി. അപ്പോൾ ഇത് നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ 1-2 തവണ ശ്രമിച്ചായിരുന്നു. അന്ന് നടന്നില്ല ആ കൂട്ടായ്മ. പിന്നെ കൂട്ടായ്മ ഉണ്ടാക്കാൻ ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ നമുക്ക് ശക്തമായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ലക്ഷ്യം അമ്മയെ സപ്പോർട്ട് ചെയ്യുക, അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക. 2, ഞങ്ങളുടെ സ്ത്രീകൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ആരും ഇനി അങ്ങനെ വിഷമിക്കാൻ പാടില്ല. ആരുടെയും ഒരു കാര്യങ്ങളും ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയ വന്ന അല്ലെങ്കിൽ നമ്മൾ നടിയായി ഒക്കെ ആയെങ്കിലും ആർക്കും നമ്മുടെ ലൈഫൊന്നും നമ്മൾ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ഓരോരുത്തരും നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് അവർ നമ്മൾ കഥയും പറഞ്ഞ് അവർ കാശുണ്ടാക്കുക, അവരതിനെ വിറ്റ് കാശ് അവർ ജീവിക്കുക. അവർക്ക് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഓരോരോ ആർട്ടിസ്റ്റുടെ കാര്യങ്ങൾ എടുത്തിട്ടാണ് അവർ സംസാരിക്കണേ. അപ്പം നമ്മൾ എന്തിനാ അങ്ങനെ നിന്ന് കൊടുക്കുന്നേ? അവർക്ക് വേറെ എന്തെല്ലാം ടോപ്പിക്കുകളുണ്ട് പറയാൻ. നമുക്ക് നമ്മുടെ സിനിമയും നമ്മുടെ സൗഹൃദങ്ങളും ഒക്കെ എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഒരു സംഘടനയിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് സംഘടനയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ, നമ്മുടെ ആർട്ടിസ്റ്റുകൾ ബുദ്ധിമുട്ട് വന്നാൽ നമ്മളെല്ലാം ഒരുമിച്ച് നമുക്ക് നിൽക്കണം
എന്ന രീതിയിലാണ്. അപ്പം അന്ന് ഞാൻ പ്രസംഗിച്ച് പറഞ്ഞ ഇതാണ്, നമ്മൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അന്ന് വിളിച്ചപ്പോൾ എല്ലാവരും കിട്ടിയില്ലല്ലോ. ഒരു പ്രശ്നം വന്ന് നേരെ ഒന്ന് പോയി നമുക്ക് ആരുടെ മൈക്കിന് മുന്നേ ഒന്ന് സംസാരിക്കണമെങ്കിൽ അത് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരും കൂടെ വേണ്ടേ. ചുമ്മാ നമ്മളിപ്പം ഒരു ഇഷ്യൂവിന് ഒന്നും മിണ്ടാത്ത ഒരു പെണ്ണ് വന്ന് മൈക്കിന് മുന്നേ വന്നെന്നാ വല്ല കാര്യമുണ്ടോ? അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയണ്ടേ? അപ്പം അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് അവരെ കിട്ടത്തില്ല, അവരറിയുന്നില്ല, ചിലരുടെ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ഒരാൾ അങ്ങ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് എല്ലാവരോടും അങ്ങോട്ട് എത്തുക, അപ്പം തന്നെ റിയാക്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചത് പാസ്സാക്കി. നല്ല കാര്യം, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയിട്ടാണ് ഞാനല്ല ഇത് തുടങ്ങി വെച്ചത്. സത്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഞാനാണ് വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങാമെന്ന് പറഞ്ഞത് ഞാനാ, നമുക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞത് ഞാനാ. തുടങ്ങിയത് നമ്മുടെ ഉഷ ഹസീനയാണ് തുടങ്ങിയത്. പക്ഷെ നമുക്ക് ചെയ്യാം, തുടങ്ങാം എന്ന് പറഞ്ഞ് ഉഷയാണ് ഇതിന് തുടക്കം വെച്ച്. ഉഷ എന്നെ അഡ്മിനാക്കി, നവ്യനാരെ അഡ്മിനാക്കി, അൻസിയെ അഡ്മിനാക്കി. അൻസി പിന്നെ അഡ്മിനാക്കി, അൻസിയെ ഒഴിവാക്കി. കാരണം അൻസിക്കാകുമ്പോൾ എല്ലാവരെയും പേരുകൾ അറിയാം, നമ്പറുകളെല്ലാം അറിയാമല്ലോ. പുതിയ ആൾക്കാരെയൊക്കെ ചേർത്ത് എല്ലാവരും ചേർന്ന് ഞങ്ങളൊരു 130 ആൾക്കാരുടെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ നമുക്കുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയാതെ വയ്യാത്ത കുറേ അമ്മമാരുണ്ട്. കുറേ അമ്മമാർ വയസ്സായ ആൾക്കാരുകളുണ്ട്. അവരെ നമ്മൾ സന്ധ്യയാകുമ്പോൾ പാട്ട് പാടുക, നമ്മൾ നാവിൽ ഉളുക്കുന്ന കുറേ ഡയലോഗുകളൊക്കെ പറയുക, അങ്ങനെ കുറേ കളിത്തമാശാണ് അതിലൂടെ മുഴുവൻ പോകുന്നത്. നമ്മളല്ലാത്ത ഒരു കാര്യങ്ങളും അതിനകത്ത് ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യാനുള്ള ഒരു കൂട്ടായ്മ അല്ലത്. നമ്മുടെ സൗഹൃദങ്ങളും സന്തോഷങ്ങളും ഒക്കെ അതിൽ പങ്കുവയ്ക്കാൻ നമ്മളെല്ലാം നമുക്കൊന്ന് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ പൊന്നൂസേ, ഹാപ്പി ബർത്ത്ഡേ പൊന്നു. അപ്പോൾ പലരുടെയും പിറന്നാൾ വരുന്നു, വിവാഹ വാർഷികം വരുന്നു, കൊച്ചുങ്ങളുടെ പിറന്നാൾ വരുന്നു. ഇതൊന്നും നമുക്ക് നേരത്തെ അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇതിലൂടെ ഷെയർ ചെയ്ത് പോവുക. അപ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അവരുടെ വീട്ടിലൊരു അല്ലെങ്കിൽ വയ്യാതായി, അല്ല ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ബ്ലഡ് വേണമെന്ന് വെക്കുക, സീരിയസ് ആയിട്ട് ബ്ലഡ് വേണം, ഇന്ന ആൾ ഹോസ്പിറ്റലിൽ കിടക്കുക. നമുക്ക് അപ്പം തന്നെ നിങ്ങൾ എവിടെയാണ് ആരെങ്കിലും തിരുവനന്തപുരം ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന ആൾക്ക് ബ്ലഡ് വേണമെന്ന് നോക്കുമോ? അവിടെ നോക്കും. കോഴിക്കോട് ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ, നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ നോക്കുമോ? അവിടെ എറണാകുളത്ത് ആരെങ്കിലും ഉണ്ടോ ഗ്രൂപ്പിൽ? നമുക്ക് എറണാകുളത്ത് ഞങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ അവിടെ നോക്ക്. അപ്പം നമുക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ല, അത് ആ സംഘടനയിൽ നിന്ന് നിങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ അവിടെ അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിലാണോ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ? അതിൻ്റെ അല്ല, നമ്മളെ സംബന്ധിച്ച് സ്ത്രീകൾ എപ്പോഴും അമ്മ അനുമതി തരുന്നുണ്ട് സംസാരിക്കാൻ. എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ട് സംസാരിക്കാം. ഒരിക്കൽ പോലും അമ്മ നമുക്ക് അനുമതി തരാതിരുന്നിട്ടേ ഇല്ല. അത് അങ്ങനെ അറിഞ്ഞെങ്കിൽ അത് തെറ്റായ കാര്യമാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾക്ക് എപ്പോഴും അമ്മ ഒരു വേദി തരും. പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ട് വന്ന് സംസാരിക്കാം. ആരും വന്ന് സംസാരിക്കില്ല, ഒരു കാര്യം വന്ന് സംസാരിക്കില്ല. അവിടെ അങ്ങ് മിണ്ടാണ്ടിരിക്കുകയല്ല. ആരോ 1-2 കാര്യം മാത്രമാണ് വന്ന് സംസാരിക്കുക, വേറെ ആരും അങ്ങനെ സംസാരിക്കില്ല. അപ്പം കൂട്ടായ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി കൂട്ടായ്മ ഉണ്ടാക്കിയൊന്നുമല്ല. നമ്മൾ കൊല്ലത്തിലൊന്ന് കാണുന്നു, ഹായ് 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 എന്ന് പറഞ്ഞു. നമുക്ക് പലരുടെ മുഖം പോലും അപ്പം കിട്ടുകയില്ല, എല്ലാവരും നമ്മുടെ മുഖം എത്തിയെന്ന് വരില്ല. പിന്നെ കുടുംബത്തെ വിശേഷങ്ങൾ അറിയുന്നില്ല, വർഷത്തിൽ കാണുന്നത്. അപ്പം നമുക്ക് എല്ലാവരും ഒരു സൗഹൃദ കൂട്ടായ്മ, ഒരു സൗഹൃദ കൂട്ടായ്മ. നമുക്ക് എത്രയോ വാട്സപ്പ് കൂട്ടായ്മ എല്ലാം ഉണ്ടില്ലേ? ഞാൻ ഒന്നിനും ഇല്ല, ഞാൻ ഇതിനകത്ത് മാത്രമാണ് ഞാനുള്ളത്. പിന്നെ മൂവി എന്ന് പറഞ്ഞ 1-2 എണ്ണത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ എത്ര ഗ്രൂപ്പിൽ ഞാൻ ലെഫ്റ്റ് അടിച്ച് പോരുന്നയാളാണ്. ഇതിൽ നമ്മൾ ഇത്രയും പേര്, നമ്മുടെ ഇപ്പോൾ അമ്മയിലെ അംഗങ്ങൾ മാത്രമല്ല, അമ്മയിലെ അംഗം അല്ലാത്ത ആൾക്കാരും നമ്മളതിനകത്തുണ്ട്. അമ്മയുടെ ഗ്രൂപ്പ് അല്ല ഇപ്പോൾ അത്, അമ്മയുടെ അംഗങ്ങളുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞായിരുന്നു ഇവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അമ്മയുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അമ്മയുടെ എംബളം വെച്ചപ്പോൾ അത് വലിയ പ്രശ്നമാക്കി. അമ്മയുടെ പെൺമക്കൾ വെച്ചപ്പോൾ അമ്മ പ്രശ്നമാക്കി. അപ്പോൾ വേണ്ട, നമുക്ക് അമ്മ എന്നൊരു സംഘടനയുണ്ട്, ഇത് ഞങ്ങളുടെ പെൺമക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അമ്മയിൽ അംഗത്വമുള്ളവരും ഇല്ലാത്തവരും, ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ ഇല്ലാത്ത അമ്മമാരുണ്ടല്ലോ, അമ്മമാർ എല്ലാവരും ഉണ്ട്, പാട്ടുകാരും എല്ലാവരും കൂടെ പെണ്ണുങ്ങളാണ്. ഏതെല്ലാം മേഖലയിൽ പെണ്ണുങ്ങളുണ്ട്, അവരെല്ലാം കൂടെ ചേർന്ന് ആണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ദോഷം നമുക്ക് അമ്മയ്ക്ക് ഉണ്ടാകാനോ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, അങ്ങനെ ഉണ്ടാകാനല്ല നമ്മൾ അങ്ങനെ ഇത് ചെയ്തത്. ഇപ്പൊ ചേച്ചി തൊട്ട് മുന്നേ പറഞ്ഞു നമ്മുടെ അമ്മ സംഘടനയിൽ സ്ത്രീ എല്ലാവർക്കും സ്പേസ് തരും, സ്ത്രീകൾക്കും സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സംസാരിച്ചോളൂ എന്നുള്ള അവസരങ്ങൾ തരും എന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും പലരും അവിടെ തുറന്ന് സംസാരിക്കുന്നില്ല, അവർ മിണ്ടാതിരിക്കുകയാണ് എന്ന് ചേച്ചി പറഞ്ഞല്ലോ. പക്ഷെ എന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അവരപ്പം ഭയന്നിട്ടാണോ അവർ സംസാരിക്കാത്തത്, അതവർ മടിച്ചിട്ടാണോ?
അവരെന്തുകൊണ്ട് അപ്പണ്ട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ, ചേച്ചി തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, നമ്മൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യേണ്ട സമയത്ത് തന്നെ നമ്മളത് റിയാക്ട് ചെയ്യണം അല്ലേ? അപ്പൊ അവർക്ക് അത്രയും നല്ലൊരു വേദി, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നിങ്ങൾ തുറന്ന് സംസാരിച്ചോളൂ എന്ന് പറയുന്ന ഒരു വേദി സംസാരിക്കാൻ മടിച്ചിട്ട് പിന്നെ ഒറ്റയ്ക്ക് മാറിപ്പോയി നിന്ന് അവർക്ക് പേടി. അവരങ്ങനെ പറഞ്ഞാൽ അവരെ നാളെ സിനിമയിൽ വിളിക്കുവോ, അവർക്ക് സിനിമ ഇല്ലാണ്ടാവുമോ, ഇനി മറ്റുള്ളവരുടെ ആരെ പറ്റിയും പറഞ്ഞാൽ അവരെ തള്ളിക്കളയുവോ, അവരെ നോട്ട് ചെയ്ത് വെക്കുവോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പേടിച്ചിട്ടായിരിക്കാം ഞാൻ ചിന്തിക്കുന്നത്. അതാ ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞാൻ സ്പോട്ടിൽ തന്നെ അതിന് മറുപടി പറയുകയും ഞാൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എന്നെ ആർക്കും ഒരു ഇത്രയും വർഷക്കാലം ഞാൻ ആർക്കും ഒരു ദോഷ രീതിയിലൊന്നും ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഞാൻ മലയാള സിനിമ ഞാൻ നിന്നിട്ടില്ല. എപ്പോഴും നമ്മൾ എല്ലാവരോടൊപ്പം സപ്പോർട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല, അവരെല്ലാം എന്നെ ബഹുമാനിക്കുന്നുണ്ട്, തിരിച്ച് ഞാൻ അവരെയും ബഹുമാനിക്കുന്നുണ്ട്. നമ്മൾ ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്നോട് എല്ലാം ഭയങ്കര സ്നേഹമാണ്. ഇന്നും എന്നെ കണ്ടു കഴിഞ്ഞാൽ പൊന്നൂസേ, പൊന്നു അല്ലെ പൊന്നുമായ, പൊന്നു ആൻറ്റി എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ മക്കളായി അഭിനയിച്ച ആൾക്കാരുകൾ എത്രയോ കുട്ടികളുണ്ട്. അവരിന്നും കാണുമ്പോൾ പൊന്നുമാൻറ്റി ഏത് കണ്ടില്ലേ പുറകെ വന്ന് കെട്ടിപ്പിടിക്കുക, എനിക്ക് ഉമ്മ തരിക. നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം ഇന്നും എന്നെ ആ കുഞ്ഞുങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പൊന്നമാൻറ്റി എന്താ ആളാന്ന് ചോദിച്ചാൽ അവർ പറയും ഞാൻ എന്തായിരുന്നു അവർക്കറിയാം. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ വന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ കുറെ പേർക്ക് ചിലപ്പോൾ അറിയാം. ഇപ്പൊ വന്ന കുഞ്ഞുങ്ങൾക്കും അറിയാം. കാരണം പനസുത്താര ഇവര് മറ്റേ നമ്മളെ വിളില്ല, ദർശന രാജേന്ദ്രൻ, ഞങ്ങളൊക്കെ റൈഫിൾ ക്ലബ്ബ് അവിടെ 40 ദിവസക്കാലം ഞങ്ങൾ പെണ്ണുങ്ങൾ 4 പേർക്ക്, അവരുടെ 2 പെണ്ണുങ്ങൾ ഉള്ളിടത്ത് എപ്പോഴും അടിയാന്ന് പറയും. പക്ഷെ ഞങ്ങള് 40 ദിവസവും ഞാന്, വാണി, ഉണ്ണിമായ, സുരഭി, എത്ര പേരായിരുന്നു, ദർശന, ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ 40 ദിവസം അവിടെ. ഞാൻ പിരിഞ്ഞപ്പോൾ എന്ത് വേദനയായിരുന്നു. ഇപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ വല്ലപ്പോഴും ഞാനിടും മിസ് യു ഫ്രണ്ട്സ് എന്നും പറഞ്ഞെടുത്ത് ഞാൻ വെറുതെ ഫോട്ടോ ചെയ്യും. എനിക്ക് ആ ഭയങ്കര നൊസ്റ്റാളജി അവർ എനിക്ക് മിസ്സായപ്പോൾ. അപ്പോൾ അതുപോലെയുള്ള സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ നാടക ട്രൂപ്പിൽ ഞാൻ, ബിയാട്രിസ്, ബിന്ദു 3 പേരായിരുന്നു. 2 വർഷം നവധാരയും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് മറ്റൊരു സമിതി വന്നപ്പോൾ ഞങ്ങൾ 3 പേരായിരുന്നു. ഞങ്ങൾ ഇന്ന് വരെ അതിനകത്തൊരു അടി ഞങ്ങൾ വെച്ചിട്ടില്ല. കാരണം അമ്മയെപ്പോലെ നോക്കുന്ന APC ബിയാട്രിസ് ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങൾ ഒരേ റൂമിനകത്ത് 2 കട്ടിലാണ് എല്ലാവരും ഒരുമിച്ച് ഞങ്ങളതിനകത്ത് കിടന്ന് ഉറങ്ങിയ ആൾക്കാരുകളാണ്. ഒത്ര വർഷക്കാലൊന്നും പെണ്ണുങ്ങൾ തമ്മിൽ പോകത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെയും ചേർന്ന് പോകുന്നയാളാണ്. ഞാനൊരു പ്രശ്നത്തിൽ നിൽക്കത്തില്ല. ഞാൻ എല്ലാം ഇങ്ങനെ ഇനി എന്തെങ്കിലും പറഞ്ഞു അത് വിട്ടെ, അതിന് പോസിറ്റീവായിട്ട് കാണുക, നെഗറ്റീവ് വിട നമ്മളതിനെ പോസിറ്റീവായിട്ടൊന്ന് കണ്ടേ. നമുക്ക് നേരെ വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ വേദനിപ്പിക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മളൊന്ന് പോസിറ്റീവായിട്ട് അതിനെപ്പറ്റി ഒന്ന് ഓർത്തേ. അപ്പം നമുക്ക് ആ പോസിറ്റീവ് നമുക്ക് വരും. നെഗറ്റീവായിട്ട് കണ്ടാൽ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മൾ വേണ്ടാത്ത റിയാക്ട് ചെയ്യും. അങ്ങനെയുണ്ട്. അത്ര എനിക്കൊക്കെ അത്ര സഹിക്കാൻ മേലെങ്കിൽ മാത്രമേ ഞാൻ പ്രതികരിക്കത്തുള്ളൂ. കാരണം ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ നേരെ വരുന്നെങ്കിൽ ഞാൻ എനിക്കത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലോകമല്ല എന്നെ തെറ്റിദ്ധരിക്കില്ലേ, ഞാനാണോ തെറ്റുകാരി, അങ്ങനെയാണോ? അതെനിക്ക് വിഷമമാണ്. കാരണം ഞാൻ നിരപരാധിയാണെങ്കിൽ അതിന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ? അതെൻ്റെ ജോലിയല്ലേ. എൻ്റെ മക്കൾ പറയുന്ന പോലെ അത് മമ്മി ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നാൽ അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ. ഇതിനിടയിൽ എന്താ ചേച്ചി അപ്പം മെമ്മറി കാർഡിന്റെ എന്തോ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടതും കാര്യങ്ങളും എല്ലാം ശരിക്കും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടോ? അപ്പോൾ അത് ഞങ്ങളുടെ അമ്മ സംഘടനയുടെ ഉള്ളിൽ തന്നെ തീർക്കുന്ന ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ അങ്ങനെ ഇഷ്യൂ ഉണ്ട്, സത്യമായ കാര്യം, ഒരു ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. അത് ഞങ്ങളുടെ അമ്മയുടെ ഉള്ളിൽ തന്നെ അത് തീർന്ന്, അത് ഒരിക്കലും ഒരു പബ്ലിക്കിന്റെ ഇടയിലോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല. അത് പബ്ലിക്കിന്റെ ഇടയിലോട്ട് കൊണ്ടുവന്നത് അതിലില്ലാത്ത ഒരാള് ആണ് പറഞ്ഞു പരത്തിയത്. എല്ലാ ചാനൽസിലും എല്ലായിടത്തും പോയിരുന്ന് ഇത് തന്നെ തോർന്നോർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ പേര് വന്ന് പറഞ്ഞപ്പോഴാണ് അത് ഇന്നേരുടെ കയ്യിൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എന്നെ ആ ചാനലിൽ നിന്നെല്ലാം വിളിയാ, ആഹാ നിങ്ങളുടെ കയ്യിലാണോ, നിങ്ങളുടെ കയ്യിലുണ്ടോ. അപ്പം ഞാൻ ഇതെന്ത് കളിയാ, എൻ്റെ പേരെന്തിനു പറഞ്ഞതാ, ഞാനങ്ങനെ വിഷമിച്ചു എന്തിനാ എൻ്റെ പേര് പറയണമെന്ന്. അപ്പം ഞാനവിടെ മക്കളെ വിളിച്ചിട്ട് മക്കളെ ഇതിങ്ങനെ മമ്മിയുടെ നേരെ ഇങ്ങനെ പ്രശ്നം വരുന്നപ്പോൾ അവർ പറഞ്ഞു മമ്മിയുടെ കാര്യം ചെയ്യ്, വിളിച്ച ആൾക്കാരെ വിളിച്ച് മമ്മിയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്ത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 30 വർഷമായില്ലേ രമ്യ ഞാൻ സിനിമയിൽ വന്നിട്ട് ഇന്ന് വരെ എന്നെ ഇങ്ങനെ ഒരു കാര്യമായിട്ട് ഞാൻ എവിടെയും ആരുടെ അഭിപ്രായം പറയാൻ പോലും ഏതെങ്കിലും ഞാൻ ചാനലിൽ വന്നിരുന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും കാണുന്ന എല്ലാവരുടെയും കൂടെ മിങ്കിൾ ചെയ്ത് ചിരിച്ച് കളിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് തമാശ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പെട്ടെന്നൊരു സുദിനത്തിൽ ഇപ്പോഴാണ് ദേ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടേ. അപ്പൊ ശരിക്കും ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എപ്പോഴും മീഡിയയിൽ വന്നിട്ടുള്ളത് എന്റെ കുടുംബവിശേഷം, എന്റെ ഫാമിലി, 2 ഞാൻ ചെയ്ത എന്റെ സിനിമകൾ, എന്റെ സിനിമ, എന്റെ കഥാപാത്രങ്ങൾ. എപ്പോഴും എന്റെ മീഡിയയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വരാൻ ഞാൻ ചെയ്ത സിനിമയിലെ കഥാപാത്രം പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതാ.
ഇത് ഞാൻ മനസ്സറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇത് കള്ളമാണ്, ഇത് നുണയാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ വിചാരിക്കും എന്തോ അവർക്കറിയില്ലല്ലോ, സത്യങ്ങളൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പം എനിക്കിത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിലല്ല, പിന്നെ അമ്മയുടെ ഉള്ളിൽ തന്നെ ഞങ്ങളത് സത്യം പറഞ്ഞാൽ ഇത് അമ്മയുടെ ഉള്ളിൽ തന്നെ തീരേണ്ട കാര്യമാണ്. ഇത് പുറത്തോട്ട് കൊണ്ടുവന്നതൊന്നും ഞാനല്ല. ഇത് എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ പറയേണ്ടി വന്നേ. എൻ്റെ പേര് അന്നും പറഞ്ഞില്ലെങ്കിൽ ഇന്നും ഞാൻ അനങ്ങൂല. കാരണം എൻ്റെ പേര് പരാമർശിച്ചാൽ എനിക്ക് അനങ്ങേണ്ട കാര്യമില്ല, എനിക്ക് അമ്മയെ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ പേര് പുറത്തു വന്നപ്പോൾ എനിക്ക് പറയായിരുന്നില്ല. എന്നെ ചാനലിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് വിളിക്കുമ്പോൾ ഞാൻ അതിന് സമാധാനം പറയണ്ടേ. അപ്പം ഞാൻ സമാധാനം പറയുമ്പോൾ ഈ പറഞ്ഞു നടന്ന ആളാണെങ്കിൽ ഇരട്ടി അവരങ്ങനെയെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ക്യാരക്ടർ. ഞാൻ ഓർത്ത് ഇവരൊക്കെ എന്താ, അന്ന് ഈ പറയുന്ന ആൾ ശരിയാണ്, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ആ ഭാഗത്തെന്നുള്ളതില്ല. അവര് മെമ്പർഷിപ്പ് ഞാൻ 30 വർഷമായി മെമ്പർഷിപ്പ് എടുത്ത്. അവർ സിനിമയിൽ വന്നിട്ട് തന്നെ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. അവരാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്കത് ഇവരങ്ങോട്ട് ഇങ്ങനെ നടക്കുമോ ഇതും പറഞ്ഞിട്ട്. അത് നമ്മുടെ അമ്മയുടെ ഉള്ളിൽ തന്നെ ഭയങ്കര അത് സംസാരം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും അത് അമ്മയ്ക്കുള്ളിൽ തന്നെ തീർക്കാൻ എന്ന രീതിയിൽ തന്നെ അത് അത് സംസാരിച്ചപ്പോൾ എനിക്ക് സംസാരിക്കേണ്ടി വന്നു. അന്ന് ഞാൻ ആളില്ലാതെ ഇരുന്ന ആൾ പോലും അയാൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക? അത് അന്നത്തെ ഉണ്ടായിരുന്നവരൊക്കെ ഞങ്ങളൊക്കെ തന്നെയല്ലേ. അതാണ് നമ്മൾ സംസാരിച്ചത്. അതല്ല ഇതിന്റെ ഭാഗമാണെന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. ഒരിക്കലുമല്ല, ഭാഗമല്ല, ഇതിൻ്റെ ഒന്നും ഭാഗമല്ല. അങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യമാണ്, സത്യമാണ്. അതിപ്പോൾ നമ്മുടെ അമ്മയുടെ ഉള്ളിൽ തന്നെ അതിനെ പറഞ്ഞു തീർക്കും. നമുക്കൊരിക്കലും എനിക്കത് പുറത്തോട്ട് കൊണ്ടുവരാനോ പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളുടെ അമ്മയ്ക്ക് ദോഷമാകുന്ന രീതിയിലോ നമ്മുടെ സഹപ്രവർത്തകർ കൊണ്ട് ഒരുപാട് പേർക്ക് അവർക്കൊരു ദോഷമാകുന്ന രീതിയിലോ ഒന്നും ഞാൻ ഒരു കാര്യത്തിനും ഞാൻ ചെയ്യാറില്ല. അതിൽ ഇങ്ങനെ കാരണം ഉണ്ടായത് ഒരിക്കലും അമ്മയെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. ഇത് അമ്മ അറിഞ്ഞിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യമല്ല. അങ്ങനെയാണ് അതിൽ അമ്മയിലെ എല്ലാ അംഗങ്ങളും അറിയണ്ടേ. അമ്മ പോലും അറിയാതെയാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. പിന്നെ എന്തായാലും അമ്മയ്ക്കല്ലേ ഇത് ക്ഷമിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ അമ്മേനെ അതങ്ങോട്ട് ഏൽപ്പിച്ച് നടത്തുക. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് സംഘടനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ സംഘടനയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം എൻ്റെ ഇങ്ങനെ രമ്യ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും കള്ളമല്ല, സത്യം 100% സത്യമാണ്. പക്ഷെ ചേച്ചി നിലപാടുകളെല്ലാം തുറന്നു പറയുന്ന ഒരാളാണെന്നും കുറച്ച് മുന്നേ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നിലപാട് തുറന്നു പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കുറച്ച് ശത്രുത മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുകയല്ലേ. അവർ വിചാരിച്ചതറിയാം. അവർ വിചാരിച്ച എല്ലാവരും ഓർത്ത് എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഭാഗത്തുനിന്ന് ആരും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എപ്പോഴും എല്ലാവരും കൂടെ ഇങ്ങനെ നിന്ന് കാണുന്ന ഒരാൾ പെട്ടെന്ന് എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ എന്താണ് പൊന്നമ്മബാബു അങ്ങനെ പറഞ്ഞേ, പൊന്നമ്മബാബു അങ്ങനെ എന്താ സംസാരിച്ചേ, അവരെന്താ അങ്ങനെയൊക്കെ സംസാരിച്ച് കളഞ്ഞേ എന്ന രീതിയിലൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. എൻ്റെ നേരെ വന്നപ്പം എന്നാ ഇവരെന്നോട് ഈ ചോദിച്ച ആൾക്കാരെന്ന് എന്നോടൊന്ന് വിളിച്ച് ചോദിക്കണ്ടേ. ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്നേ. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ തീരാവുന്ന കാര്യമുള്ളൂ. ഈ പുറത്തോട്ട് വരുന്നതിന് മുന്നേ എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് അത് സോഫ്റ്റാക്കി കൊണ്ടുപോയി. നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ വരുമ്പോഴാണല്ലോ ഇത് അങ്ങോട്ട് തുറന്നു പോകുന്നേ. അതാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്തോണ്ട് ഇങ്ങനെ അത് ചെയ്യായിരുന്നു. എന്നാലല്ലേ ഇത് കുറെ ആകാൻ പറ്റുള്ളൂ. ഇപ്പൊ വിളിച്ച ചാനലിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിരുന്നവരടുത്ത് കഥ പറഞ്ഞിട്ടില്ല. അത് വേറെ എന്തൊക്കെയോ കഥ ഇപ്പുറത്തോ കഥ അത് പറഞ്ഞു. എനിക്കറിയില്ല. അതുകൊണ്ട് എന്താണ് എനിക്കത് മാത്രമേ ഉള്ളൂ. എനിക്കൊരു ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു അവര്. ഇത് കണ്ടപ്പോഴത്തേക്കാണ് ഇവരൊക്കെ ഇവരിതെന്താ എന്തിനു വേണ്ടിയിട്ട് ഇവരിത് അറിയണ്ടേ, അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ, ഇവര് നല്ല ഒരു വ്യക്തിയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, ഈ പറയുന്ന ആൾക്കാരെ എല്ലാം വിളിക്കുക, അല്ലെങ്കിൽ അതിന് മുന്നേ നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് മീറ്റിംഗ് കൂടും, നമുക്കെല്ലാവർക്കും കൂടെ നമുക്ക് ലേഡീസ് എല്ലാം കൂടെ കൂടി എന്താ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, എന്താ നമുക്കിത് പെണ്ണുങ്ങൾ നമ്മൾ വെറുതെ ഇറങ്ങിയിട്ട് വെറുതെ നമ്മൾ എന്തിനാ അമ്മയെ നാറ്റിക്കുന്നേ, നമുക്കത് ഇതിനുള്ളിൽ തന്നെ പറഞ്ഞത് അല്ലേ. അത് നമുക്ക് ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തോ? ആരും കൈയെടുത്തില്ല. പിന്നെ ഞാൻ ഒതുങ്ങി. അവിടെ എന്നാന്നറിയോ, ഒതുങ്ങിയത് മറ്റൊന്നുമല്ല, നമ്മൾ പറയാൻ തുടങ്ങി ഞാൻ പറയും. പക്ഷെ ഞാൻ ഒതുങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സംഘടനയെ ഞാൻ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതിന് മുൻപ് എന്തുകൊണ്ടെന്നുള്ളതല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സാവാത്ത അറിയാത്ത കാര്യമാണ് ഇവരങ്ങ് പറയുക ഇരുന്നിട്ട്. അത് പറയുമ്പോൾ നമ്മളിൽ ദേഷ്യം വരുമല്ലേ. എന്നാൽ ഞാൻ അവരെ ബഹുമാനിച്ചേ, ഞാൻ അവരെ മാനിച്ചേനെ. അവരിതിന് ഇടപെട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തി എല്ലാവരെയൊക്കെ ഒന്ന് വിളിച്ച്, ഇനി അവർ വിളിച്ച് കേട്ടില്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ആര് പറഞ്ഞാലാണ് അവർ കേൾക്കുക, അവരെ വിളിച്ച് പറഞ്ഞ് അന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, അമ്മയുടെ ഓഫീസിൽ നിങ്ങളൊക്കെ വാ സംസാരിക്കും, എന്താ ഇഷ്യൂസ് അതാണോ, നമുക്ക് നടപടി ഉണ്ടാക്കാം, നമ്മളിത് വേണ്ട വെറുതെ ആവശ്യമില്ല. അവരതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം അവർ
അവർ ഇത് എന്താ പറയണേ എന്തോന്നും എനിക്കറിയത്തില്ല, അതിൻ്റെ അവരെന്താ ഉദ്ദേശം കണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. അവരിങ്ങനെ ഇറങ്ങി മോശമായിട്ട് പല രീതിയിലും പല ആൾക്കാരെ കൊണ്ടും നമ്മളെപ്പറ്റി മോശം പറയിപ്പിക്കുക. നമ്മുടെ കുറേ കാര്യങ്ങൾ ഗ്രൂപ്പിലുണ്ടായ കാര്യങ്ങളൊക്കെയാണ് വലിയ കാര്യമായിട്ട് പറയുന്നത്. ഒരു വാട്സപ്പ് കൂട്ടായ്മ വരുമ്പോൾ അറിയാമല്ലോ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. ആ ഗ്രൂപ്പിനെ ചൊല്ലിയായി പിന്നെ വലിയ ഇഷ്യൂസ്. ഗ്രൂപ്പിൽ നടന്ന കാര്യം ഫോട്ടോ ഇട്ടില്ല, വീഡിയോ ഇടാൻ പറ്റിയില്ല, അവരുടെ ഫോട്ടോ ഇട്ടപ്പോൾ എടുത്തു കളഞ്ഞു, ഇവരുടെ വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ എടുത്തു കളഞ്ഞു. ഇതൊക്കെ വലിയ സംഭവമായിട്ട് അങ്ങ് പറയുക. അതാണ് ഞാൻ, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. അതിന് പകരം അതിനെ കോംപ്രമൈസ് ചെയ്യാൻ അവർ ഇതിനിടയ്ക്ക് നിന്നിട്ട് ആണെങ്കിൽ ഞാൻ മാനിച്ചേനെ ഞാൻ. ഇത് അവരെ ചെറിയ പറയത്തില്ലേ എന്നാ പെര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നില്ലേ. ഇതിനിടയിലൂടെ അവർ കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ആർക്ക് വലിയതാണെന്ന് നമുക്കറിയില്ല. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഞാൻ പറയത്. അപ്പോൾ അതെനിക്ക് തന്നെ എനിക്ക് വിഷമം ഉണ്ടാക്കി. കാരണം അവരൊക്കെ തന്നെ നമ്മളെയൊക്കെ കാണുമ്പോഴും വളരെ സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവരൊക്കെ നമ്മളെ കാണുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുക. എന്നോട് ചേച്ചിക്ക് ഇലക്ഷൻ നിൽക്കാൻ മേലായിരുന്നു. നമുക്ക് ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി കൈനീട്ടം വാങ്ങുന്ന ആൾക്കാരും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അതിനകത്ത് തന്നെ ആൾക്കാരുകൾ നമുക്കെതിരായിട്ട് പറഞ്ഞ ആൾക്കാരുകളൊക്കെ അതിനകത്തുണ്ട്. അതെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ ആൾക്കാർ നമ്മുടെ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം ഞാനത് പറഞ്ഞു, സത്യം എന്തെങ്കിലും എല്ലാ പൊന്നും അത് പറയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരാരെയും അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ നിലപാട് ചേച്ചി തുറന്നു പറഞ്ഞതുകൊണ്ട് ചേച്ചിക്ക് ഇപ്പൊ ശത്രുക്കൾ ഉണ്ടായിന്ന് തോന്നുന്നുണ്ടോ? എന്ത് ഉണ്ട്? ഇല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്ത് ശത്രുക്കള്? ഞാൻ ഇന്ന് ഒരു ഫംഗ്ഷന് പോയി എല്ലാവരും കാണും, ഹായ് പൊന്നോ ചേച്ചി, ഹായ് പൊന്നമ്മേ, എല്ലാവരും സ്നേഹം കാണിക്കുന്നുണ്ട് എല്ലാവരും. അതവിടെ പറഞ്ഞ അവിടെ തീർന്നേ. കലാകാരന്മാർക്ക് ഒരിക്കലും ആജീവനാന്തം വൈരാഗ്യം ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഒറ്റ പറ്റത്തില്ല. ഞാനത് ദേഷ്യം കൊണ്ട് ഒരു അപ്പം തീർന്നു. പിന്നെ എന്നെ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ ഞാനത് ഉൾക്കൊള്ളും. പിന്നെ എൻ്റെ പിള്ളേരോട് ഞാനെല്ലാം ഷെയർ ചെയ്യും. മനസ്സിലായി? എൻ്റെ മക്കൾ തന്നെ എല്ലാവരും ഞങ്ങളുടെ മമ്മി ഒരിക്കലും എൻ്റെ മകൻ എന്നെ വിളിച്ച് പറഞ്ഞറിയാം, ഞങ്ങളുടെ മമ്മി സത്യമല്ലാത്ത ഒരു കാര്യത്തിനും മമ്മി പറയത്തില്ല. സത്യമുള്ള കാര്യങ്ങളൊക്കെ മമ്മി പറയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. എനിക്കതിൽ 100% വിശ്വാസമുണ്ട്. കാരണം ഞങ്ങളുടെ മമ്മി അത്രയും പോസിറ്റീവ് വൈബുള്ള ഒരു അമ്മയാണ് ഞങ്ങളുടെ അമ്മ. മമ്മി എടുക്കുന്ന നിലപാടുകൾ മമ്മി എന്താണെന്ന് വെച്ചാൽ മമ്മി അത് നോക്കിയും കണ്ടുമൊക്കെ മമ്മി ശ്രദ്ധിക്കുക. എന്നാൽ എൻ്റെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞേ. അപ്പോൾ കുഞ്ഞുങ്ങൾ എനിക്ക് അത്ര സപ്പോർട്ട് തരുന്നില്ല. പിന്നെന്താ നിലപാടുകൾ തുറന്നു പറയാം. ഞാൻ നിലപാടുകൾ എന്താ തുറന്നു പറഞ്ഞാൽ എൻ്റെ നേരെ ഒരു ആരോപണം വന്നപ്പം ഇതല്ല, ഇതിൻ്റെ ശരി ഇതല്ല, ഇതിങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയണേ. സത്യം പറഞ്ഞത് 100% സത്യം പറയണേ. ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടോ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും പറഞ്ഞ കാര്യങ്ങളല്ല. ഇതൊന്നും ഇത്രയും വരത്തില്ലായിരുന്നു. ഇതിനിടയ്ക്ക് ഈ നിസ്സാര കാര്യമൊക്കെ നമുക്കിത് രമ്യപ്പെട്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാമായിരുന്നു. അതിന് വിളിക്കാൻ ആ സമയത്ത് അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തേനെ. ഞാൻ അവരെ വിളിക്കും, എല്ലാവരും വിളിക്കും, വന്നേ എല്ലാവരും വന്നേ, എവിടെയുണ്ട് കുക്കുസ് എവിടെയുണ്ട്, അല്ലെങ്കിൽ എവിടെയുണ്ട് ശരി എവിടെയുണ്ട്, അല്ലെങ്കിൽ അവരെവിടെയുണ്ട്, വന്നേ നമുക്കൊരു മീറ്റിംഗ് കൂടാം, വന്നേ എല്ലാവരും വന്നേ ബാബാ എല്ലാവരും. ഞാൻ തടുത്ത് കൂട്ടും പോയിട്ട് ഞാൻ പറയും, അതെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും അധികം കൊണ്ടുവരണം, നമുക്കിവിടെ തീർക്കാതെ വെറുതെ മറ്റുള്ളവർക്ക് നമ്മളെപ്പറ്റി പറയുന്ന അവസരം കൊടുക്കുന്നേ. അങ്ങനെ ഞാനാണ് അതിന് മുൻകൈ എടുത്ത് ഞാൻ ചെയ്യുമായിരുന്നു. അതാണ് എനിക്ക് അതിലൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ മുഴുവൻ അതെ. ഇപ്പോഴും നമ്മൾ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും നമ്മളും കോംപ്രമൈസ് ചെയ്ത് നമ്മൾ നിൽക്കുകയല്ലേ നന്നായി പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇടയ്ക്ക് മുട്ടും ചീറ്റിലൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്കെതിരെ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മളതിനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മളെന്തായാലും നമ്മുടെ സംഘടനയ്ക്കുള്ളിൽ നിന്ന് കാര്യങ്ങൾ തീർപ്പാക്കണം എന്നുള്ളതാണ്. നമ്മൾ ബഹുമാനിക്കുന്ന കുറേ ആൾക്കാർ അതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഒരു 10-15 ആൾക്കാരെ പോയിട്ടുള്ളൂ. ബാക്കി 130 ആൾക്കാർ ഇപ്പോഴും നിൽക്കുക. എല്ലാവരും ഉണ്ട്. ഇപ്പോഴും ആരും പോയിട്ടില്ല. ഈ പ്രശ്നമൊക്കെ പോലെ തകർത്തു. ആരോടൊക്കെ പറഞ്ഞ് തകർന്ന് തരിപ്പണമായി, രണ്ടായി ചെതറിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഈ ഓരോ ചാനലുകാരിന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചിരിച്ചു. ഇവർ എന്താ അറിഞ്ഞിട്ട് ഇവർ പറയുന്നത്? ഞങ്ങളുടെ ഗ്രൂപ്പ് എന്നും എന്നാണ് ഒരു ഗുഡ് മോർണിംഗ് ഉണ്ടാവും, ആരെങ്കിലും പിറന്നാളുണ്ടാവും, ആരുടെയെങ്കിലും കല്യാണ വിശേഷം ഉണ്ടാവും. അതങ്ങനെ അറിയുന്നു. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഓണം. സെയിം ഡേ. താങ്ക് യു. ഞാനും തിരിച്ച് മൈൽസ്റ്റോൺ, നമ്മുടെ ഏത് വിശേഷ ദിവസങ്ങളിലും മൈൽസ്റ്റോണിലുള്ളൊരു ഫാമിലി ആയിട്ട് അത്രയും നമ്മൾ അറ്റാച്ചുള്ള ഒരു ചാനൽ നമ്മുടെ മൈൽസ്റ്റോണുമായിട്ട്. അവരുടെ ഈ വർഷത്തെ ഓണത്തിലും എനിക്കിങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും തുറന്ന് പറഞ്ഞ് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മൈൽസ്റ്റോണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു ചേച്ചി.